ലോകമെങ്ങും സന്തോഷം പകരുന്ന ഒരു വാർത്ത. ഇന്ത്യയും പാകിസ്ഥാനും കൈകോർത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ഈ അത്ഭുതകരമായ നിമിഷത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു രാജ്യത്തിന്റെ ഹൃദയസ്പർശിയായ ശ്രമത്തിന്റെ കഥ. സൗദി അറേബ്യ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾക്ക് വിരാമമിട്ട വെടിനിർത്തലിന്റെ പിന്നിൽ സൗദിയുടെ നയതന്ത്ര മികവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ ന്യൂഡൽഹിയിലും ഇസ്ലാമാബാദിലും ഇരു രാജ്യങ്ങൾക്കിടയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷത്തിനെ കുറിച്ച് ചർച്ചകൾ നടത്തി. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഊഷ്മള ബന്ധം പുലർത്തുന്ന സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങളുടെ സംഘർഷത്തിന് അറുതി വരുത്താൻ ശക്തമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തി. ആദിൽ ജുബൈറിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവർ ഒരുമിച്ച് സംഘർഷത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്തു. ഷഹബാസ് ഷെരീഫ് സൗദി രാജാവ് സൽമാൻ രാജാവിനോടും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനോടും നന്ദി പറഞ്ഞു. ഡൽഹിയിൽ ഇന്ത്യൻ വിദേശമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ ആദിൽ ഫലപ്രദം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനു മുമ്പും സൗദി അറേബ്യ ഇന്ത്യയോടും പാകിസ്ഥാനോടും സമാധാനത്തിന്റെ സന്ദേശവുമായി എത്തിയിരുന്നു. ഏപ്രിൽ 25-ന് സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ ഇരു രാജ്യങ്ങളുടെയും മന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു. ഏപ്രിൽ 30-ന് അതിർത്തിയിലെ വെടിവെപ്പിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച സൗദി നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആ ചരിത്ര നിമിഷം സംജാതമായി. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഈ വിജയത്തിന് പിന്നിൽ സൗദി അറേബ്യയുടെ നിശബ്ദമായ എന്നാൽ അതിശക്തമായ ഇടപെടലുണ്ട്. ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് വെളിച്ചം പകർന്ന ഈ നിമിഷം സമാധാനത്തിന്റെ ഒരു പുതിയ തുടക്കമാണ്. സൗദി അറേബ്യയുടെ ഈ ശ്രമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സംഭാഷണത്തിനും സഹവർത്തിത്വത്തിനും മുന്നിൽ ഒരു തർക്കവും നിലനിൽക്കില്ല എന്നാണ്. നമുക്കൊരു ലോകം സൃഷ്ടിക്കാം, വെറുപ്പിന്റെ ശബ്ദങ്ങൾ മാഞ്ഞ് സ്നേഹത്തിന്റെ സ്വരങ്ങൾ മാത്രം ഉയരുന്ന ഒരു ലോകം.